വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്തുതിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ശശി തരൂർ എം പി. ലോക്സഭയിലും രാജ്യസഭയിലും ഭൂരിപക്ഷം കൂട്ടാൻ രാഷ്ട്രീയ പാർട്ടികളിലെ എംപിമാരെ കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്ന പരിപാടിയിലാണ് ബി.ജെ.പിയും മോദിയും നിൽക്കുന്നത്. ആ ഘട്ടത്തിൽ അവരെ എതിർക്കേണ്ടതിന് പകരം പുകഴ്ത്തുന്ന നടപടി ശരിയല്ലെന്ന് വീണ്ടും ശശി തരൂരിനെ കോൺഗ്രസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയെയാണ് ശശി തരൂർ എം പി പുകഴ്ത്തിയത്. ഇതിനെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതോടെ പാർട്ടിയിൽ ആഭ്യന്തര തർക്കം വീണ്ടും പുകയുന്നുണ്ട്. നയതന്ത്ര നീക്കങ്ങളിൽ രാജ്യത്തിന്റെ പൊതുനിലപാടിനൊപ്പം നിൽക്കുന്ന തരൂരിന്റെ ശൈലിക്കെതിരെ അദ്ദേഹം പ്രധാനമന്ത്രിയോട് അമിത ആരാധന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഇതോടെ കുറച്ചുകാലമായി ചാരം മൂടിക്കിടന്ന തരൂർ BJP ബാന്ധവം തലപൊക്കുന്നുണ്ട്. യുദ്ധകാലത്ത് വാണിജ്യ കപ്പലുകളിലെ സാധാരണക്കാരായ നാവികർ ആക്രമിക്കപ്പെടരുത് എന്ന ശക്തമായ സന്ദേശം പ്രധാനമന്ത്രി ട്രംപിന് നൽകിയെന്ന് തരൂർ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഒമാൻ ഉൾക്കടലിൽ US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട വിഷയം ഔദ്യോഗിക രേഖകളിലോ ഇന്ത്യ-US സംയുക്ത പ്രസ്താവനയോ ഇല്ലെന്ന് പവൻ ഖേര ചൂണ്ടിക്കാട്ടി. മോദി പറയാത്ത കാര്യങ്ങൾ പോലും കേൾക്കാൻ തരൂരിന് പ്രത്യേക കഴിവുണ്ടെന്നാണ് ഖേര പരിഹസിച്ചത്. തുടർന്ന് പവൻ ഖേരയുടെ പരിഹാസങ്ങൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ തരൂർ മറുപടി നൽകിയതോടെ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിച്ചുവെന്ന മാധ്യമ റിപ്പോർട്ടുകളും ഇതിനെ സാധൂകരിക്കുന്ന ഗൂഗിളിന്റെ ജെമിനി AI ടൂൾ നൽകിയ സംഗ്രഹവും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. വസ്തുതകൾ വളച്ചൊടിക്കാറില്ലെന്നും ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന വിഷയത്തേക്കാൾ ചിലർക്ക് താൽപ്പര്യം രാഷ്ട്രീയമായി സ്കോർ ചെയ്യാനാണെന്നും തരൂർ തിരിച്ചടിക്കുകയാണ്. കോൺഗ്രസിനുള്ളിലെ ഈ ഭിന്നത വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കും. നേരത്തെ തരൂരിനെ BJP പാളയത്തിൽ എത്തിക്കുവാനുള്ള നീക്കമാണ് അവർ നടത്തിയത്. മോദിയെ നിരന്തരം പുകഴ്ത്തുന്ന തരൂരിനെ കേരളത്തിൽ നിന്ന് പോലും വിമർശനം ശക്തമായിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെ മോദിയെ അകമഴിഞ്ഞ് പിന്തുണച്ച തരൂരിനെതിരെ രാഹുൽ ഗാന്ധിക്ക് പോലും പ്രസ്താവന ഇറക്കേണ്ടി വന്നു. ഇതിനുശേഷം അകന്നു നിന്ന തരൂരിനെ പ്രിയങ്ക ഗാന്ധിയാണ് ഇടപെട്ട് വീണ്ടും കോൺഗ്രസിലേക്ക് അടുപ്പിച്ചത്. പിന്നാലെ ലോക്സഭയിലടക്കം BJPയെ തരൂർ കടന്നാക്രമിക്കുകയും ചെയ്തു. ഇതിനുശേഷം പൂർണ്ണമായും തരൂർ പാർട്ടിക്ക് കീഴ്പ്പെട്ടുവെന്ന് കരുതിയിടത്തു നിന്നാണ് വീണ്ടും മോദിയെ അനുകൂലിച്ച് തരൂർ രംഗത്ത് വന്നത്. കോൺഗ്രസിന്റെ എംപിയായി പാർലമെന്റിൽ BJPയെ കടിച്ചു കീറേണ്ടതിന് പകരം മോദിയെയും BJPയെയും സംരക്ഷിക്കുകയാണ് തരൂർ ചെയ്യുന്നത്. 2027 നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിയായി ശശി തരൂർ രംഗപ്രവേശനം ചെയ്യാനുള്ള സാധ്യതകൾ നേരത്തെ സജീവമായിരുന്നു. ചില രാഷ്ട്രീയ നിരീക്ഷകരാണ് ഇക്കാര്യം വീണ്ടും അടിവരയിട്ട് പറയുന്നത്. BJPയിലേക്ക് നേരിട്ട് കയറാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നിലപാട് ശശി തരൂർ തുടരുന്നതാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിരൽ ചൂണ്ടുന്നത്. നിലവിലെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ കാലാവധി 2027 അവസാനിക്കാനിരിക്കെ വീണ്ടും തരൂരിന്റെ പേര് ആ സ്ഥാനത്തേക്ക് ഉയർന്നു വരികയാണ്. നേരത്തെ BJPയെ പിന്തുണച്ച് സംസാരിക്കുമ്പോഴെല്ലാം കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കന്മാർ തരൂരിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ മുതിർന്ന നേതാക്കന്മാർ ഒരിക്കൽ പോലും വന്ന് തരൂരിനെ പരസ്യമായി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നില്ല. മറ്റു കോണുകളിൽ നിന്ന് വിമർശനം ശക്തമാകുമ്പോഴും ശശി തരൂർ പിന്നോക്കം പോയില്ല എന്നതും ഇതുമായി കൂട്ടി വായിക്കേണ്ടതുണ്ട്. എൻ്റെ കാഴ്ചപ്പാട് നിരസിക്കാൻ ആളുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിയിൽ നിന്ന് എനിക്ക് ഒരു ആശയവിനിമയവും ലഭിക്കുന്നില്ല. ഈ രീതിയിൽ ശശി തരൂർ പ്രതികരിച്ചത് മാസങ്ങൾക്ക് മുമ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും പുകഴ്ത്തിയതിന് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും വലിയ വിമർശനം ശശി തരൂർ ഏറ്റുവാങ്ങിയിരുന്നു. കോൺഗ്രസ് ദേശീയ നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസും കണ്ണുരുട്ടിയതോടെ ശശി തരൂർ മയപ്പെട്ടുവെന്ന് കരുതിയവർക്ക് തെറ്റിയെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പ്രസ്താവന.